ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ യുവതി പിടിയിൽ. കൊല്ലം സ്വദേശിനി ചിഞ്ചു അനീഷിനെ എറണാകുളം കലൂരിൽ നിന്നാണ് പിടികൂടിയത്. ടാലന്റ് വിസ HR കൺസൾട്ടൻസി എന്ന പേരിൽ കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ആദ്യം പരാതിക്കാരന്റെ വാക്കുകൾ. തട്ടിപ്പിന് എതിരെയായി ന്യൂസ് മലയാളത്തിൽ കൊടുത്തൊരു ന്യൂസിനെ തുടർന്ന് ഊർജ്ജസ്വലിതമായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളത്ത് വെച്ച് പിടിക്കപ്പെടുകയുണ്ടായി. ഗൂഗിൾ മീറ്റ് വഴി വന്ന് എൻ്റെ 11.5 ലക്ഷം രൂപയും ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് അയച്ച് അവിടുത്തെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ചെയ്യാൻ പറഞ്ഞ മുഖ്യ പ്രതിയാണ് ചിഞ്ചു അനീഷ്. ഇപ്പോൾ പറയുന്നത്, നിലവിൽ അവർ പറയുന്നത് എന്നെ അറിയത്തില്ല, നേരിട്ട് പരിചയമില്ല, വിനിൽകുമാറിനല്ലേ ക്യാഷ് കൊടുത്തതെന്നാണ്. അവിടുത്തെ 3-ാം പ്രതിയായ അനു എസ് രാജീവുണ്ട്. ന്യൂസിലാൻഡിൽ പോകാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് 10 ലക്ഷം രൂപ അനു രാജീവിൻ്റെ വീട് ലോൺ വെച്ച് പേയ്മെൻറ്റ് ചെയ്ത് ധൈര്യത്തെ ചെയ്തോന്ന് പറഞ്ഞിട്ടാണ് ന്യൂസിലാൻഡ് വിരവ് നിൽക്കുകയാണെന്ന് പറഞ്ഞ് ഗൂഗിൾ മീറ്റ് പിന്തുടരുകയും ചെയ്ത് എന്നിട്ടാണ് നമ്മളെ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് അതും എല്ലാം കൂടെ ഒരു 10 കോടിക്കകത്തകത്ത് തട്ടിപ്പ് ഇപ്പം നിലവിൽ നടത്തി കാണുമെന്നാണ് എൻ്റെ അറിയിപ്പം. ഔട്ട് ഓഫ് സെറ്റിൽമെൻറ്റ് കേസ് കൊടുക്കാത്തവർക്ക് ഔട്ട് ഓഫ് സെറ്റിൽമെൻ്റ് ആണ് ഇപ്പം തട്ടിയിട്ട് നിർത്തിക്കൊണ്ട് കേസ് കൊടുക്കാത്തവർക്കെതിരെ ഔട്ട് ഓഫ് സെറ്റിൽമെൻ്റ് ആണ് നിൽക്കുന്നത്. എല്ലാവരും നേരിട്ട് വെച്ച് ഫോൺ കോളുകൾ ചെയ്യുകയും തട്ടിക്കഴിഞ്ഞിട്ട് ഫോണും ബ്ലോക്ക് ചെയ്ത് പോയിട്ട് പിന്നെ ആരെ അറിയത്തില്ലെന്നാണ് പറയുന്നത്. വിവരങ്ങൾ നൽകാൻ ഷമീർ അബ്ദുൾ കൊല്ലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ഷമീർ, കലൂരിൽ വെച്ചാണ് ടാലന്റ് വിസ HR കൺസൾട്ടൻസി മായി ബന്ധപ്പെട്ട് ഈ ചിഞ്ചു അനീഷിനെ കസ്റ്റഡിയിലെടുത്തത് എന്ന് വ്യക്തമായിരിക്കുന്നു. എപ്പോഴായിരുന്നു ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിനിൽ, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ പോലീസ് സംഘം ഇവരെ അന്വേഷിച്ച് എറണാകുളത്തേക്ക് എത്തുന്നത്. ഇവരുടെ ടവർ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ ഇവർ കലൂരുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർ കൊല്ലം കല്ലട സ്വദേശിയാണ്. കഴിഞ്ഞ കുറച്ചധികം കാലമായി ഇവർ എറണാകുളം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ന്യൂസിലാൻഡിലേക്ക് ഷിപ്പിംഗ് വിസ നൽകിയ ആൾക്കാരെ പണം തട്ടുന്ന ഒരു ഇടപാട് ഇവർ നടത്തി വരികയായിരുന്നു. അങ്ങനെയാണ് ഇവർക്കെതിരെ ഒരു പരാതി പുല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വരുന്നതും പുല്ലൂർ പോലീസ് ഇട്ട FIRൽ ഇവർ 4-ാം പ്രതിയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ അന്വേഷണം. കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം ഈ വാർത്ത പുറത്തു കൊണ്ടുവരികയും നമുക്ക് നേരത്തെ സൗണ്ട് ബൈറ്റ് നൽകിയ നിഷാദിൻ്റെ വീട് വരെ ബാങ്ക് ജപ്തി എന്നൊരു സാഹചര്യം, ആത്മഹത്യയുടെ വക്കിലാണ് ചെറുപ്പക്കാരൻ. ആ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ന്യൂസ് മലയാളം വാർത്ത നൽകിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് ഒരു പ്രത്യേക സംഘം എറണാകുളത്തേക്ക് പോവുകയും ഇവരെ പിടികൂടുകയും ചെയ്തത്. പുലർച്ചയോടുകൂടി ഇവരെ എനിക്ക് പുറകെ കാണുന്ന പുന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ഇവിടെ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ഏതാണ്ട് 10 കോടിയിലധികം രൂപ 55ഓളം ആളുകളിൽ നിന്ന് തട്ടിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലോക്കൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇവരുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ഇവർ ഫ്ലൈ വില്ല ട്രീ എന്ന പെരുമ്പാവൂരിലൊരു സ്ഥാപനം, രണ്ടാമത് ടാലന്റ് വിസ HR കൺസൾട്ടൻസി എന്ന 2 സ്ഥാപനങ്ങൾ വഴിയാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇവരുടെ പാർട്ണറായ ബിനിൽ എന്ന് പറയുന്ന ഒരു പാർട്ണർ ഉണ്ടായിരുന്നു. അയാളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഇവർ ഇപ്പോഴും വീണ്ടും തട്ടിപ്പ് തുടരുന്നു എന്നായിരുന്നു ന്യൂസ് മലയാളത്തിൻ്റെ വാർത്ത. നമ്മൾ തന്നെ ഇവരുമായി ചാറ്റ് ചെയ്തു. അപ്പോഴും ഇവർ പറയുന്നത് ന്യൂസിലാൻഡിലേക്ക് വിസ തരാം, സീപോർട്ടിലേക്ക് വിസ തരാം തുടങ്ങിയ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ടായിരുന്നു. ഇത് ഇവരുടെ തട്ടിപ്പിൻ്റെ ഒരു രീതി ക്രൂ ചേഞ്ചിങ് വിസയാണ് ഇവർ ആദ്യം ഇവർക്ക് നൽകുന്നത്. ഈ വിസയ്ക്ക് ഏതാണ്ട് 12,000 രൂപ മാത്രമാണ് ഉള്ളത്. ഈ വിസ ക്രൂ ചേഞ്ചിങ് വിസ കൊടുത്ത ശേഷം ഷിപ്പിൽ ആൾക്കാരെ കയറ്റി വിടുകയും അവിടെ എത്തുമ്പോൾ ന്യൂസിലാൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ എത്തുമ്പോൾ ജോലിയില്ലാതെ അവസാനം അവർ അവിടുത്തെ പോലീസിൻ്റെ കസ്റ്റഡിയിലാവുകയും അഭയാർത്ഥികളാവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ മലയാളികൾ ഇപ്പോഴും പുനലൂരിൽ നിന്നും അതുപോലെ തന്നെ പത്തനാപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലടക്കമുള്ള ആളുകൾ അഭയാർത്ഥികളായി ഇത്തരത്തിൽ ന്യൂസിലാൻഡിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കേസിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ, ഇവർ ഈ പണം ആർക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തു, ഇവർ ഈ വ്യാജമായി ഉണ്ടാക്കിയ ഈ ഓഫർ ലെറ്ററുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കും. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇവർക്കെതിരെ വാർത്ത വന്നിട്ടുണ്ട്. ഇവരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മുമ്പ് 2023 നോർത്ത് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും അന്ന് ഇവർ ജാമ്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ശേഷം ഒളിവിൽ താമസിച്ച ശേഷമാണ് ഇവർ ഇത്തരത്തിൽ ഈ തട്ടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി യുവാക്കളിൽ നിന്നും പണം തട്ടുക, അവരുടെ തൊഴിലില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്നും 10-20 ലക്ഷം രൂപ ഈ യുവാക്കൾ കൊടുത്ത ശേഷം ഇവർ മുങ്ങുന്നൊരു പതിവാണ്
മോട്ടീവാണ് ഇവർക്കുള്ളത്. ഇവർ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വാങ്ങില്ല, പകരം മറ്റ് പാർട്ണർമാരുടെ അക്കൗണ്ടിലാണ് ഈ പണം വാങ്ങുന്നത്. എന്തായാലും പോലീസ് ഈ കേസിൽ നമ്മളെ ന്യൂസ് മലയാളത്തിൻ്റെ വാർത്തയിൽ സജീവമായ ഒരു അന്വേഷണം നടത്തുകയും ഇവരെ കലൂരിൽ നിന്നും താമസിച്ച വീട് വളഞ്ഞാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പിടികൂടി പുനലൂരിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്തു. ഇപ്പോൾ ആ പരാതിക്കാരന്റെ സൗണ്ട് ബൈറ്റിൽ അദ്ദേഹം പറയുന്നത് 10 കോടി രൂപയുടെ വരെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം വ്യാപകമായ തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയെങ്കിൽ എവിടെയുള്ള ആളുകളാണ് ഈ കൂടുതൽ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്? ഇത് എറണാകുളം, അതുപോലെ തന്നെ മലപ്പുറം, തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ തട്ടിപ്പിനിരയായത്. ഇതിൽ പലരും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അറക്കുകയാണ്. കാരണം പണം നൽകിയ ശേഷം അവർ കബളിപ്പിക്കപ്പെട്ട വിവരം പൊതുസമൂഹത്തോട് പറയാൻ പോലും അത്തരത്തിലുള്ള ആൾക്കാർക്ക് കഴിയുന്നില്ല. എന്തായാലും 55-ലധികം പരാതികൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒറ്റ FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ പുനലൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR-ലാണ് ഇപ്പോൾ നിഷാദിൻ്റെ പരാതിയിലെ FIR-ലാണ് ഇപ്പോൾ ഇവർ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഇവർക്കെതിരെയുള്ള മുഴുവൻ FIR-കളും ഇവർക്കെതിരെയുള്ള കേസുകളും ഒക്കെ തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഇവരുടെ ഭർത്താവ് അനീഷും സമാനമായി ഈ തട്ടിപ്പ് നടത്തുന്നയാളാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഇവർക്കെതിരെയുള്ള കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അടുത്ത വരും മണിക്കൂറുകളിൽ തരാം. ഇവരുടെ വീട് 2 കോടി രൂപ പോയ ഒരു സ്ത്രീ ഇവരുടെ വീട്ടിൽ കയറി പ്രശ്നമുണ്ടാക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും വളരെ വിദഗ്ധമായി നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പ്, ആ തട്ടിപ്പിനൊരു സ്ത്രീ നേതൃത്വം നൽകുന്നു. അതും യുവാക്കളിൽ നിന്ന് ഏതാണ്ട് 10 കോടി രൂപ അധികം തട്ടിച്ച ശേഷം ഈ പണം വിദേശത്തേക്ക് കടത്തുകയാണ് ഇവരുടെ പതിവ്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരുടെ അറസ്റ്റ് നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പുനലൂർ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവരുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പുനലൂർ DYSP, അതുപോലെ പുനലൂർ SHO തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്തു വരുന്നത്. ബിനിൽ. ഷമീർ, ഇതൊരു ഈ ചിഞ്ചു അനീഷ് മാത്രം നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പാണോ? അനീഷ് എന്ന് പറയുന്നത് ചിഞ്ചുവിൻ്റെ ആരാണ്? ചിഞ്ചുവിൻ്റെ പാർട്ട്ണറാണോ? അതെങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു ഈ പറയുന്ന ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? മറ്റാരൊക്കെ ഈ കണ്ണിയിൽ ഉണ്ടാകാം? അല്ലെങ്കിൽ ഇവർ മാത്രമാണോ സോളോ തട്ടിപ്പ് നടത്തിയിരുന്നത്? ബിനിൽ, ഇവർ മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലൈ വില്ല ട്രീ എന്ന് പറഞ്ഞ പെരുമ്പാവൂരിലുള്ള ഒരു കൺസൾട്ടിംഗ് സ്ഥാപനമുണ്ട്. അവരാണ് ആദ്യം ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയത്. ഇതിനുശേഷം ടാലൻറ്റ് കൺസൾട്ടൻസി, HR കൺസൾട്ടൻസി എന്ന പേരിൽ ഇവരും ഈ തട്ടിപ്പിലേക്ക് വരികയായിരുന്നു. 2023 മുതൽ ഈ തട്ടിപ്പ് നടന്നു വരുന്നു. ഒടുവിൽ ഈ പരാതികൾ കുന്നുകൂടിയ സാഹചര്യത്തിലാണ് ഈ ബിനിൽ കുമാർ എന്ന് പറഞ്ഞ ആളിനെ ആദ്യം, അതായത് പെരുമ്പാവൂരിലുള്ള ഈ കൺസൾട്ടൻസി സ്ഥാപനം നടത്തുന്ന ബിനിൽ കുമാറിനെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴും ഇവർ ഒളിവിലാണ്. എന്തായാലും നിലവിൽ 4 പ്രതികളാണ് പുനലൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത കേസിൽ 4 പ്രതികളിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ഇവർ. എന്തായാലും ഇതിൽ 2 പേരെ നേരത്തെ പിടികൂടിയിട്ടുണ്ട്. അവർ ജാമ്യത്തിലാണ്. ഇവരുടെ എല്ലാം മൊഴികളിൽ ഈ പണം വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നത് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുള്ള ചിഞ്ചുവാണ് ഇത്തരത്തിൽ ഈ കൺസൾട്ടൻസി, ഈ സബ് ഏജൻസികൾക്ക് നിന്നും പണം സ്വീകരിച്ച ശേഷം ഇത് വിദേശത്തേക്ക് ഈ പണം കടത്തിയിട്ടുള്ളതുകയും ചെയ്തത്. എന്തായാലും നോർത്ത് പോലീസിലും സമാനമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരെ 2023 അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവർക്കെതിരെ ഇവർ മാത്രമല്ല ഈ തട്ടിപ്പിൻ്റെ കണ്ണികൾ. തട്ടിപ്പിൽ ഇതിൽ കൂടുതൽ കണ്ണികളുണ്ട്. പുനലൂർ പോലീസ് മാത്രമിട്ട FIR-ലാണ് ഇവർ പ്രതിയായിട്ടുള്ളത്, 4ാം പ്രതിയായിട്ടുള്ളത്. മറ്റ് പോലീസ് സ്റ്റേഷനുകളിലിട്ട FIR, അതായത് നേരത്തെ പറഞ്ഞതുപോലെ 55-ലധികം പരാതികൾ ഇവർക്കെതിരെ ഉണ്ട്, പരാതിക്കാരുണ്ട്. ആ FIR-കളെല്ലാം ഉള്ളത് എറണാകുളത്തെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലാണ്. പെരുമ്പാവൂർ പോലീസ് ഇട്ട FIR-ന് മേളിലും ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യണം. അങ്ങനെ എല്ലാ ഏജൻസികളും ഇവരെ ചോദ്യം ചെയ്യണം. അത്ര വലിയ തട്ടിപ്പാണ്. തട്ടിപ്പിൻ്റെ വ്യാപ്തി നേരത്തെ ആ സൗണ്ട് ബൈറ്റിൽ നിഷാദ് പറയുന്നുണ്ട്. 10 കോടിയിലധികം രൂപ ഇവർ തട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ തട്ടിപ്പിൻ്റെ വ്യാപ്തി വലുതാണ്. അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ടാണ് ഇവരെ പിടികൂടിയത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇതിനുശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ഇവർ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ബിനിൽ. ശരി, വ്യക്തമാണ്. ന്യൂസ് മലയാളത്തിന്റെ ഒരു വലിയ ഇമ്പാക്ട് വാർത്തയാണ് ഇത്. ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ യുവതി പിടിയിലായിരിക്കുന്നു. കൊല്ലം സ്വദേശിനി ചിഞ്ചു അനീഷിനെ എറണാകുളം കലൂരിൽ നിന്നാണ് പിടികൂടിയത്. ടാലന്റ് വിസ HR കൺസൾട്ടൻസി എന്ന പേരിൽ കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്. ന്യൂസ് മലയാളത്തിന്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ശക്തമായ നടപടിയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഷമീർ അബ്ദുൾ ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് വിവരങ്ങൾ നൽകി.